വീണ്ടും മധുരപ്പള്ളിയിലെ കാട്ടാനകളുടെ വാർത്തയിലേക്ക് തന്നെയാണ്. ആനകളെ തുരത്താൻ നാളെ രാവിലെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് വനംമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വൈശ്ശേരി സ്വദേശി മോഹനന്റെ വീട് സന്ദർശിക്കാനെത്തിയ വനംമന്ത്രിയുടെ വാഹനം ഇന്നലെ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ മന്ത്രിയുടെ വാഹനത്തിന് നേരെയും കാട്ടാന വാഞ്ഞെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് മന്ത്രി പറയുന്നത്? നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ നാട്ടുകാരുടെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ? മനുഷ്യ സഹജമായതെല്ലാം ചെയ്യുമെന്നാണ് പുതിയ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രിക്ക് തന്നെ കാര്യങ്ങളെല്ലാം നേരിട്ട് ബോധ്യമായി. അമൃത, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ വാഴച്ചാല റെസ്റ്റ് ഹൗസിലേക്ക് മന്ത്രി രാത്രി വരികയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ മുൻപിലെ അതിരപ്പള്ളി റോഡിൽ വെച്ച് കാട്ടാനയുടെ മുൻപിൽ പെടുന്നത്. കാട്ടാന ഏറെ നേരം ആ വാഹനം തടയുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിയോടൊപ്പമുള്ളവരും വാഹനത്തിൽ നിശബ്ദമായിരുന്നു. അതിനുശേഷം പിറകെ എത്തിയ ഈ പറയുന്ന വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് ആനയെ ശ്രമകരമായി തന്നെ കാട് കയറ്റിയത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ ഈ പറയുന്ന വൈശ്ശേരി സ്വദേശി മോഹനൻ, അദ്ദേഹം ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ആളാണ്. ഇങ്ങനെ കാട്ടാന ഇറങ്ങുന്ന സമയത്തൊക്കെ കാട്ടാനകളെ ഓടിക്കാൻ വേണ്ടി പന്തവും അതുപോലെ പടക്കവും ഒക്കെയായി മുന്നിട്ടിറങ്ങുന്നയാളാണ്. അദ്ദേഹത്തിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും സന്ദർശിച്ച ശേഷം നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. മകന് സർക്കാർ ജോലി അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്ന ഒരു റിപ്പോർട്ട് നൽകണം എന്ന് വനംവകുപ്പിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടൊരു അപേക്ഷ അവർ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമാണ് ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത്. അതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അടക്കം പങ്കെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് തൊട്ടപ്പുറത്തെ മണ്ഡലമാണ് അങ്കമാലി മണ്ഡലം. സ്വാഭാവികമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു. 2 ജില്ലാ കളക്ടർമാരും എറണാകുളം, തൃശ്ശൂർ ജില്ലാ കളക്ടർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഈ ആനയെ പെട്ടെന്ന് തന്നെ റീലൊക്കേറ്റ് ചെയ്യണം, അതിന് മനുഷ്യ സഹജമായതെല്ലാം ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞത്. നാളെ രാവിലെ മുതൽ തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കും. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലെത്തി എത്രയും പെട്ടെന്ന് ഈ കാട്ടാനയെ, ഈ അപകടകാരിയായ കാട്ടാനകളെ ഈ നാട്ടിൽ നിന്ന് തുരത്തുന്നതിനാവശ്യമായ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഫെൻസിംഗ് അടക്കമുള്ള മറ്റ് തുടർ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ വനംവകുപ്പ് DFO അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മനുഷ്യ സഹജമായതെല്ലാം ചെയ്യും, അമാനുഷികനല്ല, അതുകൊണ്ട് മനുഷ്യ സഹജമായതെല്ലാം ചെയ്യും. ഇതാണ് മന്ത്രിയുടെ ഒരു പ്രതികരണമുള്ളത്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ. പുതിയ മന്ത്രി വന്നു. എന്തായാലും ആനയെ തുരത്തേണ്ട സ്പെഷ്യൽ ഡ്രൈവ് ഇതൊരു ശാശ്വത പരിഹാരമാകുമോ എന്ന് ചോദിച്ചാൽ ശാശ്വത പരിഹാരമാകാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ആനകളെ കാട് കയറ്റുക, അതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. വിവരങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.